ഓക്കെ, അപ്പോൾ ഗൈറോസ്കോപ്പിൽ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എഫക്റ്റ് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഓൺ ആൻ എയറോപ്ലെയിൻ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ്. അപ്പോൾ ഒരു എയർക്രാഫ്റ്റിൻ്റെ അകത്ത് നമ്മുടെ ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഒരു സിമ്പിൾ എയർക്രാഫ്റ്റിൻ്റെ ഒരു ചെറിയൊരു മോഡൽ ഓക്കെ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് കുറച്ച് ടിപ്പിക്കൽ ടേംസ് അറിഞ്ഞിരിക്കുന്ന ഒരു എയർക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഗൈറോസ്കോപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടേംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എയർക്രാഫ്റ്റിൻ്റെ ഫ്രണ്ട് എൻഡ്. ഓക്കെ, ഫ്രണ്ട് എൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഈ ഒരു എൻഡിനെ വിളിക്കുന്ന പേരാണ് ഇതിൻ്റെ നോസ് എൻഡ്. ഓക്കെ, ഇതിൻ്റെ ബാക്ക് സൈഡ് അല്ലെങ്കിൽ റെയർ എൻഡ്. ഓക്കെ, ഈ ഒരു ഭാഗം ഇതിൻ്റെ വിളിക്കുന്നത് ബാക്ക് സൈഡ്, റെയർ എൻഡ്, ടെയിൽ എൻഡ്. ഓക്കെ, അപ്പം ഒരു എയർക്രാഫ്റ്റിൽ മെയിനായിട്ട് ഗൈറോസ്കോപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കേണ്ട ടേംസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് എൻഡ് അല്ലെങ്കിൽ നോസ് എൻഡ്, ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ ടെയിൽ എൻഡ്, ബാക്ക് എൻഡ്, റെയർ എൻഡ്. ഓക്കെ, അപ്പം ഈ ഒരു യൂണിറ്റിൻ്റെ അകത്ത് നമുക്ക് യൂഷ്വലി ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ യൂണിറ്റ് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്തൊരു പ്രൊപ്പല്ലർ യൂണിറ്റ് കാണും. ഓക്കെ, പ്രൊപ്പല്ലർ യൂണിറ്റ് എന്ന് പറയുന്നത് അതാണ് ഇവിടുത്തെ ഈ റൊട്ടേറ്റിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഗൈറോസ്കോപ്പിൽ ഒരു റൊട്ടേറ്റിംഗ് ഷാഫ്റ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ആ പ്രൊപ്പല്ലർ യൂണിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലും ആയിരിക്കും യൂഷ്വലി മൗണ്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഫ്രണ്ട് എൻഡിലായിട്ട് ഇതിൻ്റെ പ്രൊപ്പല്ലർ യൂണിറ്റ് ഉണ്ട്. പ്രൊപ്പല്ലർ യൂണിറ്റിന് എങ്ങനെയൊക്കെ സ്പിൻ ചെയ്യാൻ പറ്റും? ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് സ്പിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ശരി. അപ്പം ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ വ്യൂസാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞ് സ്കെച്ച് ചെയ്തിരിക്കുന്നത് ഈ എയർക്രാഫ്റ്റ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കുള്ള ഈ ഒരു വ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ ടെയില് വിസിബിൾ ആയിരിക്കും. ഓക്കെ, ടെയിൽ എൻഡ് വിസിബിളാണ്, ഇവിടുത്തെ നോസ് എൻഡ് വിസിബിളാണ്. ഈ ഒരു പ്രൊഫൈലിൽ ഇങ്ങനെ വരച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊപ്പല്ലറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ നോസ് കാണിച്ചിട്ടുണ്ട്, ടെയില് അല്ലെങ്കിൽ ബാക്ക് റെയർ എൻഡ് കാണിച്ചിട്ടുണ്ട്, പിന്നെ ഒരു പ്രൊപ്പല്ലർ യൂണിറ്റ്. സെക്കൻഡ് വ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂവിൽ അറേഞ്ച്മെൻറ്റ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ രണ്ട് വിങ്സ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ നോസ് എൻഡ് അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ്, ഇവിടെയായിട്ട് ടെയിൽ അല്ലെങ്കിൽ റെയർ എൻഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ അകത്ത് നമ്മൾ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് പഠിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ റൊട്ടേറ്റിംഗ് സിസ്റ്റം ഉണ്ടല്ലോ. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊപ്പല്ലർ യൂണിറ്റ് ആയിട്ട് അസ്യൂം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിസ്കിൻ്റെ ഷേപ്പിലുള്ള ഈ ഒരു യൂണിറ്റാണ് നമ്മൾ പ്രൊപ്പല്ലർ യൂണിറ്റ് ആയിട്ട് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രൊപ്പല്ലർ യൂണിറ്റ് നമുക്ക് എങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്യാം? ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിച്ച് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് മെയിൻലി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഈ എയർക്രാഫ്റ്റിനെ ഒബ്സർവ് ചെയ്യുന്ന ഒബ്സർവറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം എയർക്രാഫ്റ്റിനെ ഒബ്സർവ് ചെയ്യുന്ന ഒബ്സർവർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഈ ഫ്രണ്ട് സൈഡിൽ നിന്ന് അല്ലെങ്കിൽ നോസ് എൻഡിൽ നിന്ന് ഒബ്സർവ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എയർക്രാഫ്റ്റിൻ്റെ റെയർ എൻഡിൽ നിന്നിട്ട് ഒബ്സർവ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു മോഡൽ എക്സാമിന് കൊണ്ടുപോകുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആവത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫിഗേഴ്സ് വെച്ചിട്ട് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എയർക്രാഫ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുമ്പോഴത്തേക്കും രണ്ട് വ്യൂസ് കാണിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കുക, ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ. ഓക്കെ, ശരി. ഇനി എയർക്രാഫ്റ്റിൻ്റെ മോഷൻസ് എന്ന് പറയുന്നത് ഒബ്സർവർ, ഇവിടെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒബ്സർവർ ഫ്രണ്ട് എൻഡിൽ നിന്ന് നോക്കുവാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രൊപ്പല്ലർ യൂണിറ്റ് ഉണ്ട്. ഈ പ്രൊപ്പല്ലർ യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? എയർക്രാഫ്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഏതർ ഇറ്റ് ബി ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് ആയിട്ടോ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടോ സ്പിൻ ചെയ്തോട്ടെ. ഓക്കെ, ഇത് ക്ലോക്ക് വൈസ് ആയിട്ടാണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണോ സ്പിൻ ചെയ്യുന്നതെന്നുള്ളത് ഇതിലെ ഒബ്സർവറാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒബ്സർവറായിട്ട് ഏത് എൻഡാണ്? നോസ് എൻഡാണ്. ഒബ്സർവറിന് വേണമെങ്കിൽ എവിടെയും നിൽക്കാം. ഒബ്സർവറായിട്ട് ബാക്ക് സൈഡ് അല്ലെങ്കിൽ ടെയിൽ എൻഡിലും ഒബ്സർവറിൽ നിന്നിട്ട് ഇത് വ്യൂ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് നോക്കുന്ന ഒബ്സർവറിന് ക്ലോക്ക് വൈസ് ആയിട്ട് തോന്നുവാണെങ്കിൽ ടെയിൽ എൻഡിൽ നിന്ന് നോക്കുന്ന ഒബ്സർവറിന് എന്തായിട്ടായിരിക്കും തോന്നുന്ന? റോട്ടർ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊപ്പല്ലറിൻ്റെ റൊട്ടേഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും തോന്നുന്നത്. അപ്പോൾ ഒബ്സർവറിൻ്റെ പൊസിഷനാണ് റോട്ടറിൻ്റെ ഓറിയൻറ്റേഷൻ പറയുന്നത്. ഓക്കെ, ഒബ്സർവർ കാണുന്നതിനനുസരിച്ചാണ് നമ്മൾ റോട്ടറിൻ്റെ ഓറിയൻറ്റേഷൻ. ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ റെയർ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതേ റൊട്ടേഷൻ എന്തായിട്ടായിരിക്കും തോന്നുന്നത്? ഒബ്സർവറിന് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആയിട്ടാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർക്രാഫ്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ടേൺ ചെയ്യാം.
ഓക്കെ, ഇത് സ്റ്റിയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നു, എയർക്രാഫ്റ്റ് ടേക്സ് എ ലെഫ്റ്റ് ഓർ റൈറ്റ് ടേൺ. ലെഫ്റ്റ് ടേൺ എന്ന് പറയുമ്പോഴത്തേക്ക് എയർക്രാഫ്റ്റിൽ നിന്ന് നോക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ലെഫ്റ്റ് ടേൺ എന്ന് പറയുന്നത് എവിടെയായിട്ടാണ് വരുന്നത്? ഈ സൈഡ് ലെഫ്റ്റ് ടേണും ഈ സൈഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ടേൺ ചെയ്യുന്നത് ലെഫ്റ്റ് ടേണും, ഇപ്പുറത്തോട്ട് ടേൺ ചെയ്യുകയാണെങ്കിൽ ഇതെന്താണ്? റൈറ്റ് ടേൺ. ഇടത്തോട്ടോ വലത്തോട്ടോ ഇതെന്ത് ചെയ്യുന്നു? ടേൺ ചെയ്യും. ഓക്കെ, നമ്മുടെ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് അനുസരിച്ചാണെങ്കിൽ ഈ പറയുന്ന റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് അല്ലെങ്കിൽ പ്രൊപ്പലർ യൂണിറ്റുള്ള അറേഞ്ച്മെൻറ്റ് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ടേൺ ചെയ്യുന്ന സമയത്ത് ഡ്യൂ ടു ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഇതിൻ്റെ ഈ എൻറ്റയർ യൂണിറ്റ് ഇതിൻ്റെ നോസ് മുകളിലോട്ട് റൈസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഡിപ്പ് ചെയ്യുന്നതുമായിട്ട് നമുക്കൊരു ഒബ്സർവേഷൻ കിട്ടും, ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഗൈറോസ്കോപ്പിക് കപ്പിൾ ജനറേറ്റഡ്. ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്തിനു വേണ്ടിയാണ് ജനറേറ്റ് ചെയ്യുന്ന? ഗൈറോസ്കോപ്പിക് കപ്പിൾ ജനറേറ്റ്സ് സോ ആസ് ടു മെയിൻറ്റെയിൻ ദി പ്രിൻസിപ്പിൾ ഓഫ് കോൺസ്റ്റൻറ്റ് ആംഗുലർ മൗണ്ട് അല്ലേ. കോൺസ്റ്റൻറ്റ് ആംഗുലർ മൗണ്ട് പ്രിൻസിപ്പിളിനനുസരിച്ചാണ് ഇതെന്ത് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഈ പറയുന്ന ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന യൂണിറ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റോട്ടർ അല്ലെങ്കിൽ പ്രൊപ്പലർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മുടെ എയർക്രാഫ്റ്റ് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ടേൺ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ ഒബ്സർവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെഫ്റ്റിലോട്ട് ടേൺ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ നോസ് എൻഡ് മുകളിലേക്കോ താഴത്തേക്കോ പോകുന്നതായിട്ടൊരു ഒബ്സർവേഷൻ, അല്ലെങ്കിൽ റൈറ്റിലോട്ട് ടേൺ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ നോസ് അല്ലെങ്കിൽ നോസ് എൻഡ് മുകളിലോട്ടോ താഴോട്ടോ പോകുന്നതായിട്ട് ഒരു ഒബ്സർവേഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ വാല്യൂ, അതുപോലെ തന്നെ അതിൻ്റെ ഈ പറയുന്ന എന്താണ് അതിൻ്റെ ഡയറക്ഷൻ, അത് രണ്ടുമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നോസ് എൻഡ് താഴോട്ട് പോകുന്നതെന്ന് പറയുന്നതും ടെയിൽ എൻഡ് മുകളിലോട്ട് പോകുന്നതെന്ന് പറയുന്നതും എന്താണ്? ഒരേ പോയിൻ്റാണ് എന്ത് ചെയ്യുന്നത്? കൺവേ ചെയ്യുന്നത്. അതുപോലെ തന്നെ നോസ് എൻഡ് മുകളിലോട്ട് പോകുന്നത് തിരിച്ച് ടെയിൽ എൻഡ് താഴത്തേക്ക് പോകുന്നത്. ഓക്കെ, ബോത്ത് മീൻ ദ സെയിം ഐഡിയ കേട്ടോ. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഈ ഫിഗേഴ്സ് ഇനി കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഇത് ഫ്രണ്ട് വ്യൂ, ഇത് വന്നിട്ട് ടോപ്പ് വ്യൂ. ഓക്കെ, ഇനി ബാക്കി ടേംസിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന മെയിനായിട്ടുള്ള ടേംസ് എന്ന് പറയുന്നത് ലെറ്റ് ഒമേഗ ഓക്കെ ബി ദി ആംഗുലാർ വെലോസിറ്റി ഓഫ് ദി എൻജിൻ ഓർ പ്രൊപ്പല്ലർ ഇൻ റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, നമ്മുടെ യൂണിറ്റിൻ്റെ ആംഗുലാർ വെലോസിറ്റി അല്ലേ, നമ്മൾ ഈ പ്രൊപ്പല്ലർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആംഗുലാർ വെലോസിറ്റി ഓഫ് റൊട്ടേഷനാണ് എന്തെന്ന് പറയുന്നത്? ഒമേഗ എന്ന് പറയുന്നത്. എം എന്ന് പറയുന്നത് ഈ റോട്ടർ അല്ലെങ്കിൽ പ്രൊപ്പല്ലർ എൻജിൻ യൂണിറ്റിൻ്റെ മാസ്സാണ്, ഈ ഡിസ്കിൻ്റെ മാസ്. ഓക്കെ, നമ്മുടെ പ്രൊപ്പല്ലർ യൂണിറ്റിൻ്റെ മാസ്. കെ എന്ന് പറയുന്നത്, എം റെപ്രസെൻ്റ് ചെയ്യുന്നത് കിലോഗ്രാം കൊണ്ടാണ്. കെ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഇൻ മീറ്റർ, ഇതിൻ്റെ റേഡിയസ്. ഓക്കെ, റേഡിയസ് ഓഫ് ഗൈറേഷൻ അത് എന്തിലെടുക്കുന്നു? മീറ്റേഴ്സിലെടുക്കുന്നു. ക്യാപിറ്റൽ ഐ എന്ന് പറയുന്നത് മാസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എൻജിൻ ആൻഡ് പ്രൊപ്പല്ലർ. ഓക്കെ, എൻജിൻ യൂണിറ്റ് അതുപോലെ തന്നെ പ്രൊപ്പല്ലർ യൂണിറ്റിൻ്റെയും കൂടെ ചേർത്തിട്ടുള്ള മാസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. നമ്മൾ ഈ റൊട്ടേറ്റിംഗ് യൂണിറ്റ്സിനൊക്കെ സ്പെസിഫൈ ചെയ്യാറുള്ളതാണ് മാസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, അപ്പോൾ ആ മാസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? I=mk². ഈ ഫോമിൽ ഒന്ന് ബൈ ഹാർട്ട് ചെയ്തിരിക്കാം. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. I=mk². ഓക്കെ, ശരി. നെക്സ്റ്റ് വി എന്ന് പറയുന്നത് ലീനിയർ വെലോസിറ്റി ഓഫ് എയറോപ്ലെയിൻ. ഓക്കെ, അപ്പം ഇത് ഈ യൂണിറ്റ് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. നമ്മൾ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഫ്ലൈ ചെയ്യുന്ന ഒരു വെലോസിറ്റി ഉണ്ടായിരിക്കും, അതെല്ലാം ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. ഓക്കെ, ആ വെലോസിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? വി എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ, അതായത് നമ്മുടെ ഈ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു യൂണിറ്റ് അല്ലേ, ഇത് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊരു ടേൺ എടുക്കുന്നുണ്ടെങ്കിൽ ആ ടേണിങ് റേഡിയസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങോട്ട് സ്പിൻ ചെയ്ത് മാറാം. ഓക്കെ, അപ്പം ഇത് എന്തായാലും ഇതൊരു ടേൺ എടുക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ കർവ് ആയിരിക്കുമല്ലോ ട്രേസ് ചെയ്യുന്നത്. ആ കർവിന് ഒരു സെൻറ്റർ ഉണ്ടായിരിക്കും. ആ സെൻറ്റർ മുതൽ നമ്മുടെ ഈ എയർക്രാഫ്റ്റ് വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ടാൻജൻഷ്യൽ വെലോസിറ്റിയുടെ ഫോമുല V=r⍵. അതേ ഫോമുല തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഫോമുല വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ω_p. ഓക്കെ, ഇവിടെ ഓൾറെഡി ഒരു ഒമേഗ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് ω_p കേട്ടോ, ω_p. ഓക്കെ, ω_p എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി ഓഫ് പ്രിസിഷൻ അല്ലെങ്കിൽ റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ടേൺ ചെയ്യുന്ന സമയത്ത് ഈ ടേൺ ചെയ്യുന്ന ആംഗുലാർ വെലോസിറ്റി എത്രയാണ്?
ഓക്കെ, എയർ ഫ്ലൈറ്റിൻ്റെ യൂണിറ്റ് ഇങ്ങനെ ടേൺ ചെയ്യുന്ന സമയത്ത് അത് ടേൺ ചെയ്യുന്ന ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ ഫ്ലൈറ്റിൻ്റെ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഇവിടുത്തെ റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസിൽ d(θ/dt) എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നോക്കാം. ഓക്കെ, ശരി. അപ്പം ഒമേഗ വാല്യൂസ് കൺഫ്യൂസ്ഡ് ആവരുത്. 2 ഒമേഗ വാല്യൂസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് സ്പിൻ ചെയ്യുന്ന ആംഗുലാർ വെലോസിറ്റി ഓഫ് എഞ്ചിൻ പ്രൊപ്പല്ലർ ഓർ ദി പ്രൊപ്പല്ലർ ഇൻ റേഡിയൻ പെർ സെക്കൻഡ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈ ഫ്ലൈറ്റ് ടേൺ ചെയ്യുന്ന സമയത്ത് അത് ടേൺ ചെയ്ത് മാറുന്ന ആംഗുലാർ വെലോസിറ്റി, അത് ആംഗുലാർ വെലോസിറ്റി ഓഫ് പ്രിസിഷൻ ഇൻ റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഫോർമുലയുണ്ട്. ഗൈറോസ്കോപ്പിക് കപ്പിൾ ഓൺ ദി എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ C = I omega P, I omega P, where I is the mass moment of inertia, omega is the angular velocity of the engine or propeller in radian per second, omega P എന്ന് പറയുന്നത് angular velocity of precession in radian per second. രണ്ടും റേഡിയൻ പെർ സെക്കൻഡിലാണ്. രണ്ടും ആംഗുലാർ വെലോസിറ്റി വാല്യൂസ് ആണ്. ഒന്ന് പ്രൊപ്പല്ലർ എഞ്ചിൻ്റെ റൊട്ടേഷൻ്റെ ആംഗുലാർ വെലോസിറ്റി, മറ്റൊരെണ്ണം ആ ഫ്ലൈറ്റ് കർവ് എടുക്കുമ്പോഴത്തേക്കുള്ള ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ ഗൈറോസ്കോപ്പിക് എഫക്റ്റുമായിട്ട് ഫണ്ടമെൻ്റൽസ് അറിഞ്ഞിരിക്കുക. ഇനി അതിൻ്റെ ടിപ്പിക്കൽ കേസുകളാണ്. നമുക്ക് ഈ ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷനും മറ്റുമെല്ലാം കണ്ടുപിടിക്കുന്ന 4 കേസുകളാണ് ഞാനിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കേസ് 1 എന്ന് പറയുന്നത് ഒബ്സർവർ. ഓക്കെ, ഒബ്സർവർ റൊട്ടേഷൻ ഓഫ് എഞ്ചിൻ ഓർ പ്രൊപ്പല്ലർ, പിന്നെ എയറോപ്ലെയിൻ എങ്ങോട്ടാണ് ടേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് ഇത്രയും ഫാക്ടേഴ്സാണ് എന്തിനെ ഡിസൈൻ ചെയ്യുന്നത്, നമ്മുടെ ഗൈറോസ്കോപ്പിക് കപ്പിളിനെ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒബ്സർവർ അറ്റ് ദി ടെയിൽ എൻഡ്. ഓക്കെ, അപ്പോൾ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇതെങ്കിൽ ഇവിടെ നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ യൂണിറ്റ് ഉണ്ട്. ഒബ്സർവറിനെ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഒബ്സർവർ അറ്റ് ദി ടെയിൽ എൻഡ്. ടെയിൽ എൻഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് എൻഡല്ലേ. അപ്പം ഇതിൻ്റെ ഇവിടെ ഒബ്സർവർ നിൽക്കുകയാണെന്ന് വിചാരിക്കും. ഓക്കെ, ശരി. ഇനി റൊട്ടേഷൻ ഓഫ് ദി എഞ്ചിൻ അല്ലെങ്കിൽ പ്രൊപ്പല്ലർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? റൊട്ടേഷൻ ഓഫ് എഞ്ചിൻ ഓർ പ്രൊപ്പല്ലർ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഇപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരുമ്പോഴത്തേക്കും ഓക്കെ, ഇപ്പം ജസ്റ്റ് റെപ്രസെൻറ്റേഷന് വേണ്ടിയാണ്. എക്സാമിന് ഇതെല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല. തൽക്കാലം നിങ്ങൾ ഇതിൻ്റെ ഐഡിയ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം റെയർ എൻഡിൽ നിന്ന് നോക്കുന്ന ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം റോട്ടർ എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്? ക്ലോക്ക് വൈസ് ആയിട്ട്. ഓക്കെ, ഇപ്പം ഞാൻ ഈ ക്ലോക്ക് വൈസ് ആയിട്ട് ഇത് സ്പിൻ ചെയ്യുന്നത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ സ്പിൻ ചെയ്യുകയാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, അപ്പം ബാക്ക് എൻഡിൽ നിന്ന് ഇവിടെ നിന്ന് നോക്കുന്ന ഒബ്സർവറിന് ഇതെന്ത് ചെയ്യാണ്? ക്ലോക്ക് വൈസ് ആയിട്ട് സ്പിൻ ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയർ എൻഡിൽ നിന്ന് നോക്കുന്ന ആൾ ഇത് ക്ലോക്ക് വൈസ് ആയിട്ട് കാണുവാണെങ്കിൽ ഫ്രണ്ട് എൻഡിൽ നിന്ന് നോക്കുന്ന ആൾ അതേ റൊട്ടേഷൻ എന്തായിട്ടായിരിക്കും കാണുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും കാണുന്നത്. ഓക്കെ, റൊട്ടേഷൻ മാറ്റിയിട്ടില്ല. ഇത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇപ്പുറ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് അതേ റൊട്ടേഷൻ എന്തായിട്ടായിരിക്കും കാണുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേസിൽ ടെയിൽ എൻഡിൽ നിന്ന് നോക്കുന്ന ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഒബ്സർവർ കാണുന്നത്. ഇനി എന്താ ചെയ്യുന്നത്? ഇത് ലെഫ്റ്റ് ടേൺ എടുക്കുകയാണ്. ഇങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യണം. അപ്പം ഇവിടെ നിന്ന് നോക്കുന്ന ഫ്ലൈറ്റിൽ നിന്ന് നോക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ലെഫ്റ്റ് ടേൺ എടുക്കുക എന്ന് പറയുന്നത് ഏത് സൈഡിലാണ്? ഈ സൈഡിലാണ് ലെഫ്റ്റ് ടേൺ വരുന്നത് അല്ലേ. ഇവിടെ ലെഫ്റ്റ് ടേൺ ഇതിൻ്റെ ടോപ്പ് വ്യൂ സ്കെച്ച് ചെയ്യുവാണ്. ഇവിടെയായിട്ട് ഇങ്ങോട്ട് തിരിയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ലെഫ്റ്റ് ടേൺ എന്ന് പറയും. ലെഫ്റ്റ്. ഓക്കെ, ഇപ്പുറത്തോട്ടാണെങ്കിൽ ഇത് എന്തായിരിക്കും? ഇങ്ങോട്ട് ടേൺ എടുക്കുകയാണെങ്കിൽ ഇത് റൈറ്റ്, ഇങ്ങോട്ട് തിരിയുകയാണെങ്കിൽ റൈറ്റ് ടേൺ. ഓക്കെ, അത് ലെഫ്റ്റും റൈറ്റും ഡിസൈഡ് ചെയ്യുന്നത് ഇവിടുത്തെ ഒബ്സർവറാണ്. ബാക്കിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയുന്നത് ലെഫ്റ്റായിട്ടും അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയുന്നത് റൈറ്റ് ആയിട്ടായിരിക്കും തോന്നുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? റയർ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊപ്പല്ലർ ക്ലോക്ക് വൈസ് ആയിട്ട് അല്ലേ, ബാക്ക് എൻഡിൽ നിന്ന് നോക്കുമ്പോൾ ഇത് ക്ലോക്ക് വൈസ് ആയിട്ട്. അപ്പോൾ ആ സ്പിൻ ഇവിടെ കാണിക്കും. പ്രൊപ്പല്ലറിൻ്റെ സ്പിന്നാണ് കേട്ടോ. ഈ ഷേപ്പ് വരച്ചിരിക്കുന്നത് പ്രൊപ്പല്ലറാണ്. ഓക്കെ, അപ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ട് സ്പിൻ ചെയ്യുന്നു, ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മളിവിടുത്തെ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണെന്ന് മനസ്സിലാക്കുക. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ആ വെക്ടറിൻ്റെ എന്ത് കണ്ടുപിടിക്കുന്നു? ആ വെക്ടറിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം വെക്ടറിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഓക്കെ, നമ്മുടെ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ഉണ്ട്.
അതിലായിട്ട് നമ്മൾ ക്ലോക്ക് വൈസ് എന്നുള്ള പൊസിഷനിലേക്ക് ഇങ്ങനെ അല്ലേ. ഇനി നമ്മുടെ റൂൾ എന്ന് പറയുന്നത് എന്താണ്? റൂൾ എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്. ഓക്കെ, ക്ലോക്ക് വൈസ് പൊസിഷനാണ് വേണ്ടി ഇവിടെ റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് ആയിട്ട്, അതായത് ബാക്ക് എൻഡിൽ നിന്ന് നോക്കുന്ന ആൾ ക്ലോക്ക് വൈസ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇനി നമ്മുടെ റൈറ്റ് ഹാൻഡ് പാം എടുക്കുക. എന്നിട്ട് ഇതിൽ ഫിംഗേഴ്സ് എല്ലാം എങ്ങനെയാണ് ഈ റൊട്ടേഷൻ്റെ ഡയറക്ഷൻ, ക്ലോക്ക് വൈസ് ആണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മടങ്ങുന്ന രീതിയിൽ നമ്മുടെ ഫിംഗേഴ്സ് എല്ലാം പ്ലേസ് ചെയ്തു. എന്നിട്ട് തമ്പിൻ്റെ പൊസിഷൻ നോക്കുകയാണ്. തമ്പ് എങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്യുന്നത്? ഇവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അല്ലേ, ഈ ഡയറക്ഷനിലാണ് തമ്പ് പോയിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡയറക്ഷനിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ആ ഡയറക്ഷനിലായിട്ട് നമ്മുടെ ആംഗുലാർ മൊമെൻ്റം വെക്ടർ വരയ്ക്കും, ഒരു ഹൊറിസോണ്ടൽ ലൈനായിട്ട്. ഓക്കെ, ഇപ്പോൾ ഈ വരയ്ക്കുന്ന ലൈനിൽ പ്രത്യേകിച്ച് ഇത്ര ലെങ്ത്തിൽ വരയ്ക്കണമെന്നൊന്നുമില്ല. ഇത് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ ഞാനൊരു പർട്ടിക്കുലർ ലെങ്ത് 7 5 7 8 അങ്ങനെ സംതിങ് ഒരു ലെങ്ത് എടുത്തിട്ട് ഇത് മാർക്ക് ചെയ്തു. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് OA, ആംഗുലാർ മൊമെൻ്റം വെക്ടർ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. ഓക്കെ, ശരി. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് ഓക്കെ, അപ്പം ഇത് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ആംഗുലാർ മൊമെൻ്റം വെക്ടർ സ്കെച്ച് ചെയ്യണം. ലെങ്ത് എന്ന് പറയുന്നത് ഒരു 7 or 8 സെൻറ്റിമീറ്റർ എടുത്തു. ഓക്കെ, പേരെന്ന് പറയുന്നത് OA എന്ന് കൊടുക്കുക, OA. ഓക്കെ, ഇനി ഈ യൂണിറ്റ് ടേൺ ചെയ്യുന്നതെന്ന് പറയുന്നത്, യൂണിറ്റ് എങ്ങോട്ടാണ് ടേൺ ചെയ്യുന്നത്? യൂണിറ്റ് ടേൺ ചെയ്യുന്നത് ടേക്സ് എ ടേൺ, എയറോപ്ലെയിൻ ടേൺസ് ടു ലെഫ്റ്റ് ഡയറക്ഷൻ അല്ലേ. അപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ ആംഗുലാർ വെലോസിറ്റി വെക്ടർ ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, ഇനി എൻ്റയർ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പെൻസിൽ വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഫ്ലൈറ്റ് എങ്ങോട്ടാണ് ടേൺ ചെയ്യുന്നത്? ലെഫ്റ്റിലേക്കാണ് ടേൺ ചെയ്യുന്നത്. ലെഫ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ലെഫ്റ്റ് ഇങ്ങോട്ടല്ലേ. അപ്പം ഈ ഡയറക്ഷൻ നമ്മൾ എന്ത് ചെയ്ത് ഇങ്ങോട്ട് ടേൺ ചെയ്തു. അപ്പോൾ നമ്മുടെ പുതിയ ആംഗുലാർ വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത് ഈ തമ്പിൻ്റെ ഡയറക്ഷനിൽ. ഓക്കെ, അപ്പോൾ പുതിയ ആംഗുലാർ വെലോസിറ്റി വെക്ടർ വരയ്ക്കുമ്പോഴത്തേക്കും ഓക്കെ, ഈ സൈഡിലേക്ക് ലെഫ്റ്റിലേക്ക് ചരിച്ച് എഗെയിൻ ആദ്യം എടുത്ത ആംഗുലാർ വെലോസിറ്റി വെക്ടറിൻ്റെ ലെങ്ത് എത്രയാണോ അത്രയും ലെങ്ത്തിൽ തന്നെ മറ്റൊരു ലൈൻ കൂടെ സ്കെച്ച് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ പേരെന്ന് പറയുന്നത് OA' എന്ന് കൊടുക്കുക. ഓക്കെ, ഇവിടുത്തെ ഈ ആംഗിളിന് പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല. നമ്മളെവിടെ നിന്ന് ലെഫ്റ്റിലോട്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചരിച്ച് വെച്ചു. ഓക്കെ, അപ്പോൾ ഈ ആംഗുലാർ മൊമെൻ്റം വെക്ടറിന് വന്ന വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? എയിൽ നിന്ന് A' എന്ന് കർവ് ട്രേസ് ചെയ്ത് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ A' ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A' എന്ന് പറയുന്നത് ഇതിവിടുത്തെ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളാണ്. ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. ഓക്കെ, നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി വേണ്ടതെന്ന് പറയുന്ന ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ അല്ല, ഇതിന് നേരെ തിരിച്ച് ഇതെങ്ങോട്ടാണോ വരച്ചാൽ ആ കർവിന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ഇപ്പുറത്ത് പാരലായിട്ട് മറ്റൊരെണ്ണം വരയ്ക്കുക. അതിൻ്റെ പേരെന്ന് പറയുന്നത് BB' അല്ലെങ്കിൽ P'B. ഇത് അങ്ങോട്ടാണ് മാർക്ക് ചെയ്തെങ്കിൽ അതിന് ജസ്റ്റ് റിവേഴ്സായിട്ട്. ഓക്കെ, ഇത് BB' എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. ഓക്കെ, ഈ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളാണ് നമ്മുടെ എന്തിനെ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ഫ്ലൈറ്റിൻ്റെ മൂവ്മെൻറ്റിനെ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എഗെയിൻ ഇനി ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ B' എന്ന് പറയുന്ന എന്താണ് നമ്മുടെ ഈ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ സ്കെച്ച് ചെയ്തല്ലോ. ആ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിന് ആരോയുടെ ഡയറക്ഷൻ, ഏത് ഡയറക്ഷനിലാണോ ആരോ പോയിൻ്റ് ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ നമ്മുടെ പെന്നിൻ്റെ ടിപ്പ് വരുന്ന രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്യും. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്, ഇതേണ്ട ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ആ ഡയറക്ഷനിലായിട്ട് നമ്മൾ പെന്നിൻ്റെ ടിപ്പ് പ്ലേസ് ചെയ്തിട്ട്, ഓക്കെ, ഈ ഡയറക്ഷനിലായിട്ട് പെന്നിൻ്റെ ടിപ്പ് പ്ലേസ് ചെയ്തിട്ട്, ഓക്കെ, വീണ്ടും റൈറ്റ് ഹാൻഡ് തന്നെ എടുക്കുക. റൈറ്റ് ഹാൻഡിൽ തമ്പിനെ എന്ത് ചെയ്യുക? തമ്പിനെ ഈ പെന്നിൻ്റെ പോയിൻറ്റിൻ്റെ ഡയറക്ഷനിൽ പ്ലേസ് ചെയ്യുക. പെന്നിൻ്റെ ടിപ്പ് ഈ ഡയറക്ഷനിലോട്ടാണല്ലോ, ആ ഡയറക്ഷനിലോട്ട് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ പിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ശ്രദ്ധിക്കുക, നമ്മൾ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷനിലായിട്ട് പെന്നിൻ്റെ ടിപ്പിനെ പ്ലേസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? വലത്തേക്ക് എടുത്തു. ഓക്കെ, തമ്പിനെ
പെന്നിൻ്റെ ടിപ്പിൻ്റെ ഡയറക്ഷൻ പ്ലേസ് ചെയ്തിട്ട് ഈ പെന്നിനെ ഇവിടെ നിന്ന് പിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫിംഗേഴ്സ് ടച്ച് ചെയ്യുന്നത് നോക്കുക. ഫിംഗേഴ്സ് ഈ പെന്നിൻ്റെ ഏത് സൈഡിലാണ്? ഈ സൈഡിലാണ് ഫിംഗേഴ്സ് ടച്ച് ചെയ്യുന്നത്. ഓക്കെ, ഈ 4 ഫിംഗേഴ്സും ടച്ച് ചെയ്യുന്നത് ഈ സൈഡിൽ. ഓക്കെ, അപ്പോൾ ആ സൈഡിൽ വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഒരു കർവ് വരയ്ക്കുക. ആ സൈഡിൽ ആരോ ഹെഡ് വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു കർവ് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഈ കർവിൻ്റെ ആരോ ഹെഡ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ഇവിടെ കൊടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഫിംഗേഴ്സ് ഇങ്ങനെ റാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പെന്നിനെ ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. എടുക്കുമ്പോഴത്തേക്ക് എന്താ ചെയ്യേണ്ടത്? തമ്പും പെന്നിൻ്റെ ടിപ്പും ഒരേ ഡയറക്ഷനിൽ വരുന്നത്. എന്നിട്ട് ഞാൻ ഈ പെന്നിനെ എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ പെന്നിനെ ഇവിടെ നിന്ന് എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ 4 ഫിംഗേഴ്സും ടച്ച് ചെയ്യുന്നിടത്ത് എന്ത് വരുന്നു? 4 ഫിംഗേഴ്സും ഈ വെക്ടർ B'(B'യുടെ ഈ സൈഡിലല്ലേ ടച്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആരോ ഹെഡ് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കർവ് വരച്ചു. ഓക്കെ, ഇനി ഈ വരച്ച കർവിനെ നേരെ എടുത്തിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഫ്രണ്ട് വ്യൂവിലോട്ട് പ്ലേസ് ചെയ്യും. ഈ വരച്ച കർവിനെ എടുത്ത് ഇവിടെ ഇച്ചിരി കൂടെ എൻലാർജ് ചെയ്യുന്നുണ്ട്. ഇതിന് നേരെ ഇവിടെ നിന്ന് തൂക്കിയെടുത്ത് ഇവിടോട്ട് വയ്ക്കുകയാണ്. അപ്പം നേരെ നമ്മുടെ കർവ് ഇങ്ങനെ. ഓക്കെ, ഇതിനെ നേരെ ഇവിടെ നിന്ന് എടുത്ത് ഫ്രണ്ട് വ്യൂവിലോട്ട് പ്ലേസ് ചെയ്യാം. ടോപ്പ് വ്യൂവിൽ വെച്ചിട്ട് കാര്യമില്ല, ഫ്രണ്ട് വ്യൂവിലോട്ട് പ്ലേസ് ചെയ്യാം. ഫ്രണ്ട് വ്യൂവിലോട്ട് പ്ലേസ് ചെയ്തിട്ട് ഈ ഫിഗറിനെ ഒന്ന് ഒബ്സർവ് ചെയ്തേ. ഇതിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ എയർക്രാഫ്റ്റ് റെയർ എൻഡിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്കും അല്ലേ, റെയർ എൻഡിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്കും ടെയിൽ എൻഡിൽ നിന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ എൻജിൻ അല്ലെങ്കിൽ പ്രൊപ്പലർ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആയിട്ട് സ്പിൻ ചെയ്യുമായിരുന്നു. ഈ യൂണിറ്റ് ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യുവാണ് അല്ലേ, ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്ത് ചെയ്യാണ്? ലെഫ്റ്റ് ടേൺ എടുക്കുവാണ്. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് ടേൺ എടുക്കുമ്പോഴത്തേക്കും ഗൈറോസ്കോപ്പിക് എഫക്റ്റ് കാരണം എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് കാരണം ഈ നമ്മുടെ ഗൈറോസ്കോപ്പിക് കപ്പിളിനെ എടുത്ത് ഇങ്ങോട്ട് പ്ലേസ് ചെയ്തപ്പോൾ എന്താ കാണുന്നത്? ഈ ഭാഗം അല്ലേ, ഫ്രണ്ട് എൻഡ് അല്ലെങ്കിൽ നോസ് എൻഡ്. നോസ് റൈസസ്. ഈ ടെയിൽ എൻഡിനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ആരോ ഹെഡ് ഇങ്ങോട്ട് താഴ്ത്തുന്നത് അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ കൊണ്ട് ഇത് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് ഇങ്ങനെ പൊങ്ങുന്നതായിട്ടും നോസ് എൻഡ് എന്ത് ചെയ്യാണ്? റൈസ് ചെയ്യുന്നതായിട്ടും ടെയിൽ എൻഡ് എന്താണ്? താഴുന്നതായിട്ടുമാണ് നമ്മുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഈ കർവ് ഇതിലോട്ട് മൗണ്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാണ്? ഈ എൻഡ് മുകളിലോട്ട് റൈസ് ചെയ്യുന്നു. ഈ എൻഡ് എന്ത് ചെയ്യാണ്? ഈ എൻഡ് എന്ന് പറയുന്നത് താഴത്തേക്കും വരുവാണ്. ഇങ്ങനെ ഈ ഒരു മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ക്ലോക്ക് വൈസ് ആയിട്ട് റയർ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ റോട്ടർ ക്ലോക്ക് വൈസ് ആയിട്ട് സ്പിൻ ചെയ്യുന്നു അല്ലേ. എയറോപ്ലെയിൻ ലെഫ്റ്റ് ടേൺ എടുക്കുമ്പോഴത്തേക്കും നോസ് റൈസ് ചെയ്യും, ടെയിൽ എന്ത് ചെയ്യും? ഡ്രോപ്പ് ചെയ്യും. നോസ് റൈസസ്, ടെയിൽ ഡ്രോപ്സ് അല്ലെങ്കിൽ ഡിപ്സ് എന്ന് എഴുതും. ടെയിൽ ഡ്രോപ്സ് അല്ലെങ്കിൽ ഡിപ്സ്. ഇതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗൈറോസ്കോപ്പിക് കപ്പിൾ കാരണം ഉണ്ടാകുന്ന ഡയറക്ഷനാണ് നമ്മൾ ഈ കണ്ടുപിടിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ ക്ലോക്ക് വൈസ് റോട്ടർ സ്പിന്നിങ് ഇൻ ദി റോട്ടർ അല്ലെങ്കിൽ എഞ്ചിൻ പ്രൊപ്പല്ലർ സ്പിന്നിങ് ഇൻ ദി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ and aeroplane takes a left turn while viewing from the tail end. Then due to gyroscopic couple, nose rises, tail drops. ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന യൂണിറ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റോട്ടർ സ്പിൻ ചെയ്യുന്നു. ലെഫ്റ്റിലോട്ട് ഇങ്ങനെ ടേൺ ചെയ്യുന്ന സമയത്ത് നോസ് എന്ത് ചെയ്യും? റൈസ് ചെയ്യുന്നതായിട്ടും ടെയിൽ എന്ത് ചെയ്യും? ഡ്രോപ്പ് ചെയ്യുന്നതായിട്ടും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക, ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കുക. ഈ 2 കാര്യങ്ങളേ ഉള്ളൂ. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് I⍵ P എന്ന് പറയുന്ന ഫോർമുലയുണ്ട്. പിന്നെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ വെക്ടർ ഡയഗ്രാം വരച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സ്കെച്ച് ചെയ്ത് ഈ 3 ഫിഗേഴ്സ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണോ എഴുതിയിരിക്കുന്നതിൻ്റെ ജസ്റ്റ് റിവേഴ്സ്. ടെയിൽ എൻഡ് എന്നുള്ളത് നോസ് എൻഡ് ആക്കി എന്ന് വിചാരിക്കുക. അതിന് ഇവിടെ സ്കെച്ച് ചെയ്യുന്നില്ല, കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോസ് എൻഡ്. അതുപോലെ തന്നെ ക്ലോക്ക് വൈസ് എന്നുള്ളത് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആക്കി എന്ന് വിചാരിക്കുക. ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. ഓക്കെ, ടു ലെഫ്റ്റ് എന്നുള്ളത് ടു റൈറ്റ് ആക്കി എന്ന് വിചാരിക്കും. ടു റൈറ്റ്. ഇങ്ങനെ വന്നാലും ഈ സെയിം ഗൈറോസ്കോപ്പിക് എഫക്റ്റ് തന്നെയായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ തന്നെ നോസ് എൻഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക്, അതായത് ഇത്തവണ ഒബ്സർവറിനെ പിടിച്ച് എവിടെ നിർത്തുവാണ്? ഫ്രണ്ട് എൻഡിൽ നിർത്തുവാണ്. ഓക്കെ, നോസ് എൻഡിൽ ഒബ്സർവറിനെ നിർത്തി. ഒബ്സർവർ നോസ് എൻഡിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇതിൻ്റെ റൊട്ടേഷൻ എങ്ങനെയായിട്ടാണ് കണ്ടത്? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് അല്ലേ. റയർ എൻഡിൽ നിന്ന് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോസ് എൻഡിൽ നോക്കുമ്പോൾ എന്തായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും.
ഓക്കെ, അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഫിംഗേഴ്സ് റൈറ്റ് ഹാൻഡ് ഫിംഗേഴ്സ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇത് റാപ്പ് ചെയ്യുക അല്ലേ. അപ്പോൾ തമ്പ് റൂൾ അനുസരിച്ച് വെക്ടർ എങ്ങോട്ട് തന്നെയാണ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് തന്നെ. ഓക്കെ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് തന്നെയാണ്. ഇനി എയർക്രാഫ്റ്റ് ഇങ്ങോട്ടാണ് ടേൺ ചെയ്യുന്നത്, ടേക്സ് എ ടേൺ ടു ദി റൈറ്റ് അല്ലേ, ടേക്സ് എ ടേൺ ടു ദി റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന എഫക്റ്റ് എന്ത് തന്നെയായിരിക്കും, ഈ സെയിം എഫക്റ്റ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നോസ് റൈസസ് ആൻഡ് ടെയിൽ ഡ്രോപ്സ്. ഓക്കെ, അപ്പം ഇതിൽ ലെഫ്റ്റും റൈറ്റും പറയുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. അബ്സർവർ, ഓക്കെ, അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. അബ്സർവർ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ ലെഫ്റ്റും റൈറ്റും എന്ത് ചെയ്യും, തിരിയും. ഇവിടെ ലെഫ്റ്റ്, നേരത്തെ ലെഫ്റ്റ് എഴുതിയിരുന്നിടത്ത് ഇപ്പം എന്താ, അബ്സർവർ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇയാളുടെ റൈറ്റ് ഇവിടെയും ലെഫ്റ്റ് ഇപ്പുറവും. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നതായിരിക്കത്തില്ല, നേരെ തിരിച്ചാവും. ഓക്കെ, റൈറ്റ് അപ്പുറം പോവും, ലെഫ്റ്റ് ഇവിടെ. ഓക്കെ, പിന്നെ ഇവിടെ ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷന് വേണ്ടി നമ്മൾ ഒബ്സർവറിൻ്റെ പൊസിഷനാണ് കേട്ടോ ഇങ്ങനെ ഈ കണ്ണുപോലെ വരച്ച് വെച്ചിരിക്കുന്നത്. കൺഫ്യൂസ്ഡ് ആവേണ്ട, ഇത് ഒബ്സർവറിൻ്റെ പൊസിഷൻ കാണിക്കാൻ വേണ്ടിയാണ്. ഒബ്സർവറിൻ്റെ പൊസിഷനാണ് ഇത് വെച്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ, അത് വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ജസ്റ്റ് അടുത്ത കണ്ടീഷൻസ് ജസ്റ്റ് ബ്രീഫ് ചെയ്ത് തരാം, എളുപ്പമാണ്. കേസ് 2 എന്ന് പറയുന്നത് ഒബ്സർവർ എഗെയിൻ സ്റ്റാൻഡിങ് ഇൻ ദി ടെയിൽ ആൻഡ് റൊട്ടേഷൻ ഓഫ് ദി എൻജിൻ അല്ലെങ്കിൽ പ്രൊപ്പലർ എന്ന് പറയുന്നത് നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്യുകയാണ്. പിന്നെ എയറോപ്ലെയിൻ ടേൺസ് ടു റൈറ്റ്. ഓക്കെ, അപ്പോൾ എഗെയിൻ ഒബ്സർവർ നമ്മൾ 2 വ്യൂസ് വരച്ച് കേട്ടോ. ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, ഫ്രണ്ട് വ്യൂ വരയ്ക്കുക, ടോപ്പ് വ്യൂ വരയ്ക്കുക. ഫ്രണ്ട് ആൻഡ് ടോപ്പ് വ്യൂ. ഇപ്പോൾ ടോപ്പ് വ്യൂവിലാണ് ഈ 2 വിങ്സ് ഒക്കെ കാണുന്നത്, എന്നിട്ട് അതാണ് ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലായിട്ട് ഒരു പ്രൊപ്പലർ, ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ് പ്രൊപ്പലർ യൂണിറ്റ് ആണ്, ഇവിടുത്തെ ടെയിൽ ആണ്. ഓക്കെ, ഇവിടുത്തെ ഈ ടെയിലിനെയാണ് ഈ ഒരു ഷേപ്പിൽ വരച്ചിരിക്കുന്നത് കേട്ടോ, ടെയിൽ ആൻഡിൽ. ഒബ്സർവർ റെയർ ആൻഡിൽ. ഓക്കെ, ഇപ്പോൾ ഇത് ടെയിൽ ആൻഡ്, ഇത് നോസ് ആൻഡ്. ഒബ്സർവറിനെ നമ്മളിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു, ഒബ്സർവർ. ശരി, ഇനി ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ്. ഓക്കെ, ഇപ്പോൾ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യുക, ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആകുമ്പോഴത്തേക്കും ബാക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ക്ലോക്ക് വൈസ് വരുന്നു. അപ്പം എൻ്റെ ഡിസ്ക് ക്ലോക്ക് വൈസ് സ്പിൻ ചെയ്തു. ഇത് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ നോസ് എൻഡ്, ഇത് ഫ്ലൈറ്റിൻ്റെ എന്ത്, ടെയിൽ എൻഡ്. എങ്ങോട്ടാണ്, റെയർ എൻഡിൽ നിന്ന്, ടെയിൽ എൻഡിൽ നിന്ന് നോക്കുമ്പോൾ ഇതെങ്ങനെയാണ് സ്പിൻ ചെയ്യുന്നത്, ക്ലോക്ക് വൈസ് ആയിട്ട്. ഓക്കെ, ശരി, അപ്പോൾ ഈ ഡിസ്ക് വേണമെന്നില്ല. ഇനി ക്ലോക്ക് വൈസ് ആയിട്ട് സ്പിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ബാക്ക് സൈഡിൽ നിന്ന് ഒരു പെൻ അല്ലെങ്കിൽ പെൻസിൽ കയ്യിലുള്ളത് എടുത്ത് വയ്ക്കുക. ബാക്ക് സൈഡിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇതിനിങ്ങനെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ആകുമ്പോഴത്തേക്ക് ഇങ്ങനെയാണല്ലോ. അപ്പോൾ ആ ഡയറക്ഷനിലായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫിംഗേഴ്സിനെ റാപ്പ് ചെയ്ത് തമ്പ് അങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്, ലെഫ്റ്റ് ടു റൈറ്റ്. അതുകൊണ്ട് അതിൻ്റെ ഇവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ലൈൻ വരച്ച് O എന്ന ലൈൻ്റെ പേര് കൊടുത്തു. ഓക്കെ, ഒരു 7 or 8 സെൻറ്റിമീറ്റർ ഇട്ട് വരച്ചോളൂ. ശരി, എന്നിട്ട് നമ്മുടെ ഫ്ലൈറ്റ് എങ്ങോട്ടാണ് ടേൺ ചെയ്യുന്നത്, ഇറ്റ് ടേൺസ് ടു റൈറ്റ് അല്ലേ. അപ്പോൾ റൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ടോപ്പ് വ്യൂവിൽ ഇവിടെ നിന്ന് നോക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ, ഇവിടെ ബാക്ക് സൈഡിൽ നിന്ന് നോക്കുക, ടെയിൽ എൻഡിൽ നിന്ന് നോക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് തിരിയുന്നത് റൈറ്റിലോട്ട് അല്ലേ. ഇതിൻ്റെ മുകളിൽ ഒരു ഫിംഗർ വെച്ചിട്ട് പ്ലേസ് ചെയ്ത് നോക്കുക, ഇങ്ങോട്ട് തിരിയുന്നത് എന്താണ്, ലെഫ്റ്റിലോട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കേസിൽ യൂണിറ്റ് ആംഗുലർ മൊമെൻ്റം വെക്ടർ ഇങ്ങനെയാണ് ക്ലോക്ക് വൈസ് സ്വിൻ ചെയ്യുന്ന സമയത്ത്. ഇനി ഇത് എങ്ങോട്ടാണ് ടേൺ ചെയ്യുന്നത്, റൈറ്റിലോട്ട്. അപ്പോൾ റൈറ്റിലോട്ടെന്ന് പറയുമ്പോൾ ഇത് എങ്ങോട്ട് ചരിക്കുന്നത്, ഇങ്ങോട്ട് ചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഇരുന്ന ആംഗുലർ മൊമെൻ്റം വെക്ടർ ഇങ്ങനെയാണെങ്കിൽ അടുത്ത ആംഗുലർ മൊമെൻ്റം വെക്ടർ എങ്ങനെയായിരിക്കും, ഇങ്ങനെ. അപ്പോൾ OA മാർക്ക് ചെയ്തു, ഇതിനിങ്ങോട്ട് ചരിച്ചു OA ഡാഷ് മാർക്ക് ചെയ്തു, ജോയിൻ ചെയ്തു. എ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, എ ഡാഷ് എന്ന് പറയുന്നത് ഇവിടുത്തെ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. ഓക്കെ, ഇതിന് ജസ്റ്റ് റിവേഴ്സ് ഡയറക്ഷൻ. ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ എയിൽ നിന്നാണല്ലോ ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ട് ഇങ്ങോട്ട് ഡയറക്ഷൻ കൊടുത്തു. ഇതിന് ജസ്റ്റ് റിവേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുക, B' മാർക്ക് ചെയ്യുക. അതിൽ ആരോ എന്ത് ചെയ്യുക, തിരിച്ചുള്ള ഡയറക്ഷനിൽ കൊടുക്കുക. അത് B'. ആദ്യത്തത് A'. ഓക്കെ, പിന്നെ റിവേഴ്സ് ഡയറക്ഷൻ കൊടുത്തു, അത് B'. അത് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. ഓക്കെ, നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്, റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിന് ആരോയുടെ ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിൽ നമ്മുടെ പെന്നിൻ്റെ പോയിന്റ് പ്ലേസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ B''യുടെ മുകളിലോട്ട് അങ്ങോട്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഈ റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, ഈ പെന്നിനെ ലിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൽ
നമ്മുടെ പെന്നിൻ്റെ ടിപ്പ് എങ്ങോട്ടാണോ പ്ലേസ് ചെയ്തിരിക്കുന്നത് ആ ഡയറക്ഷനിൽ തമ്പ് വരുന്ന രീതിയിൽ വേണം ഇത് എന്ത് ചെയ്യാനായിട്ട് എടുക്കാൻ. എന്ന് വെച്ചാൽ ഇത് ഈ പേന ഇങ്ങനെ എടുക്കാം, തിരിച്ചു വെച്ച് വേണമെങ്കിലും എടുക്കാം അല്ലേ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൽ ആരോയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ നമ്മുടെ പെന്നിനെ പ്ലേസ് ചെയ്യുക, എന്നിട്ട് ഈ പേന എടുക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫിംഗേഴ്സ് എല്ലാം ഏത് സൈഡിലാണ്, ഈ വെക്ടറിൻ്റെ ഈ സൈഡിലായിട്ടാണ് അല്ലേ, ഈ സൈഡിലായിട്ടാണ് ഇതെല്ലാം ഫിംഗേഴ്സ്, ഈ ബെൻഡ് ചെയ്തിരിക്കുന്ന ഫിംഗേഴ്സ് ടച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ടച്ച് ചെയ്യുന്ന ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഒരു ആരോ കൊടുക്കുക. ഓക്കെ, ഫിംഗേഴ്സ് എല്ലാം ഈ സൈഡിലല്ലേ ടച്ച് ചെയ്തത്, എന്നിട്ട് എന്ത് ചെയ്യുക, കർവ് വരയ്ക്കുക. ഓക്കെ, ഇനി ഈ കർവിനെ തന്നെ ഇവിടെ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഫ്രണ്ട് വ്യൂവിലോട്ട് പ്ലേസ് ചെയ്യുക. ഇതേ ഓറിയൻറ്റേഷനിൽ എടുത്ത് വിടാം. എൻ്റെ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ പ്ലേസ് ചെയ്യുക. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ നമ്മുടെ നോസ് എൻഡിനെ എന്ത് ചെയ്യാനായിട്ട് നോക്കുകയാണ്, ഈ ഭാഗം വന്നിട്ട് ഇങ്ങനെ തള്ളി താഴ്ത്താനായിട്ട് നോക്കുകയാണ്. ഇവിടെ വന്നിട്ട് ഈ ആരോ വന്നിട്ട് ഇതിനെ തള്ളി താഴ്ത്താനായിട്ടും ടെയിൽ എൻഡിനെ ഇവിടെ വന്നിട്ട് മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. അപ്പം നോസ് ഇത്തവണ എന്ത് ചെയ്യാണ്, നോസ് ഡ്രോപ്സ് അല്ലേ. സെക്കൻഡ് കേസിൽ നോസ് ഡ്രോപ്സ്, ടെയിൽ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്, ടെയിൽ റൈസസ്. എഗെയിൻ ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഐ ഒമേഗ ഒമേഗ പി, അതിൽ മാറ്റമൊന്നുമില്ല. ഈ ഒരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് കാരണം നമ്മുടെ ഫ്ലൈറ്റിന് എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം സിറ്റുവേഷൻ ഇങ്ങനെ, ഒബ്സർവർ ടെയിൽ എൻഡിൽ നിന്ന് നോക്കുന്നു. ഓക്കെ, ഒബ്സർവർ ടെയിൽ എൻഡിൽ നിന്ന് നോക്കുന്നു. ടെയിൽ എൻഡിൽ നിന്ന് നോക്കിയപ്പോൾ റോട്ടർ എങ്ങനെയാണ് ക്ലോക്ക് വൈസ് ആയിട്ട് സ്പിൻ ചെയ്തു. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മുടെ ഫിംഗേഴ്സിനെ റാപ്പ് ചെയ്ത് ആരോ ഹെഡ് എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്, ആരോ ഹെഡ് ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എൻവയറോൺമെൻറ്റ് വെക്ടർ വരച്ചു, അതിൻ്റെ ടേണിങ് വരച്ചു. ഇനി ഈ ഒരു യൂണിറ്റ് എങ്ങോട്ടാണ് ടേൺ ചെയ്യുന്നത്, ഇത് റൈറ്റിലോട്ട് ടേൺ ചെയ്യുന്നത്. റൈറ്റ് ടേൺ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ. അപ്പോൾ ഇങ്ങോട്ട് ടേൺ ചെയ്യുന്ന സമയത്ത് നോസ് താഴത്തേക്കും ടെയിൽ മുകളിലേക്കും, നോസ് താഴത്തേക്കും ടെയിൽ മുകളിൽ. നേരത്തെ ഫസ്റ്റ് കേസിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റ് ടേൺ എടുക്കുകയാണ്. ക്ലോക്ക് വൈസ് റൊട്ടേഷനിലുള്ള എന്താണ് നമ്മുടെ പ്രൊപ്പലറുള്ള എഞ്ചിന്, പ്രൊപ്പലറുള്ള ഫ്ലൈറ്റ് എന്ത് ചെയ്യാണ്, ലെഫ്റ്റിലോട്ട് ടേൺ എടുക്കുമ്പോൾ നോസ് റൈസ് ചെയ്തു, ടെയിൽ ഡ്രോപ്പ് ചെയ്തു. അതേ യൂണിറ്റ് തന്നെ റൈറ്റിലോട്ടാണ് ടേൺ എടുക്കുന്നതെങ്കിൽ നോസ് എന്ത് ചെയ്യും, നോസ് ഡ്രോപ്പ് ചെയ്യും, ടെയിൽ എന്ത് ചെയ്യും, റൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് കോൺസ്റ്റൻറ്റ് ആംഗുലർ മൊമെൻറ്റം, ഓക്കെ, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനി തേർഡ് കേസ്. ഇതിൽ തന്നെ ഒരു കാര്യം കൂടെ, ഇതിലൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിൻ്റെ ജസ്റ്റ് റിവേഴ്സ് എഴുതുമ്പോഴത്തേക്കും ടെയിൽ എൻഡ് എന്നുള്ളത് എന്താക്കുക, നോസ് എൻഡ് ആക്കുക. നോസ് എൻഡ്. ക്ലോക്ക് വൈസ് എന്നുള്ളത് എന്താക്കുക, ആൻറ്റി ക്ലോക്ക് വൈസ്. ആൻറ്റി ക്ലോക്ക് വൈസ്. ടു റൈറ്റ് എന്നുള്ളത് ടു ലെഫ്റ്റ് ആയാലും എന്ത് തന്നെയായിരിക്കും, നമുക്ക് സെയിം റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഫോർമുല എന്താണ്, ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ സി ഈക്വൽ ടു ഐ ഒമേഗ ഒമേഗ പി. ഇവിടെയും ഈ സ്കെച്ച് ചെയ്തിരിക്കുന്ന രണ്ടും ഒബ്സർവേഴ്സിനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. രണ്ട് വ്യൂസിനെയും ഒബ്സർവറിൽ നിന്ന് ബാക്ക് സൈഡിൽ നിന്ന് റെയർ എൻഡിൽ നിന്ന് വ്യൂ ചെയ്യും. ഓക്കെ, ശരി. നെക്സ്റ്റ് കേസ് 3. ഓക്കെ, കേസ് 3യിൽ വരുന്നത് ഒബ്സർവർ ടെയിൽ എൻഡിൽ തന്നെയാണ്. റൊട്ടേഷൻ ഓഫ് എഞ്ചിൻ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആക്കി. കഴിഞ്ഞ രണ്ട് കേസിൽ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആയിരുന്നു, ഇത്തവണ എന്താക്കി, ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആക്കി ടു ലെഫ്റ്റ് അല്ലേ. ഈ കേസിൽ എന്തായിരുന്നു, ഈ കേസിൽ നമ്മുടെ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് എഴുതിയ കേസിൽ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ, റെയറിൽ നിന്ന് നോക്കിയപ്പോൾ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ അല്ലേ. ശരി, ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്താ വ്യത്യാസം വന്നത്, ഇവിടെ വന്ന് ഒബ്സർവർ റെയർ എൻഡിൽ തന്നെയാണ്, ടെയിൽ എൻഡിൽ തന്നെയാണ്. അവിടെ നിന്ന് നോക്കിയപ്പോൾ എന്ത് റൊട്ടേഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. ഓക്കെ, ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ടേൺ ചെയ്യുന്നത് എങ്ങോട്ടാണ്, ലെഫ്റ്റിലേക്ക്. ഇപ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും റെയർ എൻഡിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയുന്നത് എന്താണ്, ഇങ്ങോട്ട് തിരിഞ്ഞാൽ ലെഫ്റ്റ് അല്ലേ. ഇങ്ങോട്ടാണ് ടേൺ ചെയ്യുന്നതെങ്കിൽ എന്ത്, റൈറ്റ്. അപ്പോൾ ഇതിന് വരുന്ന വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ടേൺ എടുക്കുവാണ്. ഓക്കെ, ലെഫ്റ്റ് റെയർ എൻഡിൽ നിന്ന് നോക്കുന്നു അല്ലേ, ബാക്ക് സൈഡിൽ നിന്ന് നോക്കുന്നു, ഇവിടെ നിന്ന്. ഓക്കെ, ഇവിടെ നിന്ന് നോക്കുന്നു, ഈ യൂണിറ്റ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ എങ്ങോട്ടാണ് ടേൺ ചെയ്യുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ്. ഓക്കെ, അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആകുമ്പോഴത്തേക്കും ഫിംഗേഴ്സിനെ എന്ത് ചെയ്യുക, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഈ രീതിയിൽ ഫിംഗേഴ്സിനെ എന്ത് ചെയ്യുക, റൈറ്റ് ഹാൻഡിൽ ഫിംഗേഴ്സിനെ റാപ്പ് ചെയ്യുക. അപ്പോൾ തമ്പ് എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് അല്ലേ. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ ഫിംഗേഴ്സിനെ റാപ്പ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ടെയിൽ എൻഡിൽ നിന്ന് നോക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ്,
റാപ്പ് ചെയ്തപ്പോൾ തമ്പ് റൈറ്റ് ടു ലെഫ്റ്റ്. ഓക്കെ, അപ്പോൾ അത് സ്കെച്ച് ചെയ്യുമ്പോഴത്തേക്കും തന്നെ ആംഗുലർ മൗണ്ട് വെക്ടർ നേരെ തിരിച്ചു വരയ്ക്കുന്നു. ഓക്കെ, ഇവിടെ നെയിമിംഗ് എല്ലാം നേരത്തെ കൊടുത്ത കണക്ക് തന്നെ ഒ എന്ന നെയിമിംഗ് കൊടുത്ത് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ നിലവിൽ നോസ് എയർക്രാഫ്റ്റ് ഇങ്ങോട്ട് തന്നെയാണ് നിന്നത്, പക്ഷേ നമ്മുടെ ആംഗുലർ മൊമെൻ്റം വെക്ടർ എങ്ങോട്ടാണ് വരുന്നത്? റൈറ്റ് ടു ലെഫ്റ്റ്. ഇനി എയർക്രാഫ്റ്റ് എങ്ങോട്ടാണ് ടേൺ എടുക്കേണ്ടത്? ലെഫ്റ്റ് ടേൺ ആണ് എടുക്കേണ്ടത് കേട്ടോ, ലെഫ്റ്റ് ടേൺ. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഇത് എയർക്രാഫ്റ്റിൻ്റെ നോസ്, ഇത് നമ്മുടെ ആംഗുലർ മൊമെൻ്റം വെക്ടറിൻ്റെ ഡയറക്ഷൻ. എയർക്രാഫ്റ്റാണ് തിരിയുന്നത്, എയർക്രാഫ്റ്റ് എങ്ങോട്ടാണ് ടേൺ ചെയ്യുന്നത്? ലെഫ്റ്റിലോട്ട്. ഇപ്പോൾ ലെഫ്റ്റിലോട്ടെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അല്ലേ? ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോസിനെ അങ്ങോട്ട് ടേൺ ചെയ്തു. അപ്പോൾ ആംഗുലർ മൊമെൻ്റം വെക്ടർ എങ്ങോട്ടാണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അല്ലേ? തമ്പിൻ്റെ ഡയറക്ഷൻ ഇവിടെ നിന്ന് ആ ഡയറക്ഷൻ്റെ ആംഗുലർ മൊമെൻ്റം വെക്ടർ. ഓക്കെ, A'. ഓക്കെ, ഇതിൻ്റെ ജസ്റ്റ് റിവേഴ്സായിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് റിവേഴ്സായിട്ട് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. ആദ്യം വരച്ചത് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളാണ്. B'. ഓക്കെ, A' ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. നമുക്ക് വേണ്ട എന്താണ്? റിയാക്റ്റീവ് B' അല്ലേ? റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. ഓക്കെ, നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾഡ് ആരോയുടെ ഡയറക്ഷൻ, അല്ലേ? ആരോയുടെ ഡയറക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ഓക്കെയാണ്, ശരി. ആ ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്തു? പെൻ പോയിന്റ് ചെയ്തു. ഓക്കെ, പെന്നിൻ്റെ ടിപ്പ് പോയിന്റ് ചെയ്തു. ഇനി റൈറ്റ് ഹാൻഡ് എടുക്കുക, തമ്പിനെ ആ ഡയറക്ഷനിൽ പ്ലേസ് ചെയ്യുക, പെന്നിന് റൈസ് ചെയ്യാനായിട്ട് എടുക്കുക. അപ്പോൾ ഫിംഗേഴ്സ് ഏത് സൈഡിലാണ്? ഈ സൈഡിലായിട്ടാണ് ടച്ച് ചെയ്യുന്നത്. ഓക്കെ, ആ സൈഡ് ടച്ച് ചെയ്യുന്ന സൈഡിൽ എന്ത് ചെയ്യുക? ആരോ കൊടുക്കുക, എന്നിട്ട് കർവ് ചെയ്യുക. ഓക്കെ, ടച്ച് ചെയ്യുന്ന സൈഡിൽ ആരോ കൊടുത്തിട്ട് കർവ്. ഇപ്പോൾ ലാസ്റ്റ് മാർക്ക് ചെയ്ത് ഈ കർവിനെ നേരെ എടുത്ത് ഫ്രണ്ടിന് മുകളിലേക്ക് വയ്ക്കുക. കണ്ടോ? ഇതേപോലെ എടുത്തിട്ട് ഇവിടെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നോസ് എൻഡിനെ എന്ത് ചെയ്യാനാണ് നോക്കുന്നത്? നോസിനെ താഴ്ത്താനും ടെയിലിനെ റൈസ് ചെയ്യും, അല്ലേ? ഇപ്പം നോസ് താഴും, ടെയിലെന്ന് പറയുന്നത് എന്ത് ചെയ്യും? റൈസ് ചെയ്യും. ഈ ഒരു സിറ്റുവേഷനിൽ വരുവാണ്, അല്ലേ? അപ്പം നോസ് ഡ്രോപ്സ്, ടെയിൽ റൈസസ്. ഇതാണ് ഇവിടുത്തെ കൺക്ലൂഷൻ. നോസ് ഡ്രോപ്സ്, ടെയിൽ റൈസസ്. നോസ് ഡ്രോപ്സ് ആൻഡ് ടെയിൽ റൈസസ്. ഓക്കെ, ആംഗുലർ മൊമെൻ്റത്തിൻ്റെ ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഫോമുല എല്ലാം സെയിം തന്നെ. C=I ഒമേഗ P, അതിലൊന്നും മാറ്റമില്ല. ഇതിൻ്റെ ജസ്റ്റ് റിവേഴ്സ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. ടെയിൽ എൻഡ് എന്നുള്ളത് എന്താവും? ഫ്രണ്ട് എൻഡ് എന്നാവും, അല്ലേ? അല്ലെങ്കിൽ നോസ് എൻഡ് എന്നാവും. നോസ് എൻഡ്. ആൻറ്റി ക്ലോക്ക് വൈസ് എന്നുള്ളത് ക്ലോക്ക് വൈസ്. ടു ലെഫ്റ്റ് എന്നുള്ളത് ടു റൈറ്റ്. ഓക്കെ, ടു റൈറ്റ് വരുമ്പോഴത്തേക്കും ഈ സെയിം ഒബ്സർവേഷൻ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒബ്സർവറാണ് ഡിസൈഡ് ചെയ്യുന്നത് ലെഫ്റ്റ് ഏത് റൈറ്റ് ഏതെന്നുള്ളത്. റയർ എൻഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും, ഓക്കെ, ബാക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എയർക്രാഫ്റ്റിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഇപ്പുറത്തോട്ട്, അല്ലേ? ഇങ്ങനെ വരും. ബാക്ക് എൻഡിൽ നോക്കുമ്പോൾ ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. ഇതേ ഒബ്സർവർ തന്നെ ഇവിടെ നിന്നാണ് നോക്കുന്നതെങ്കിൽ ഇത് ഏത് സൈഡായിട്ട് മാറും? ഈ ലെഫ്റ്റ് എഴുതിയിരിക്കുന്നത് റൈറ്റായിട്ടും റൈറ്റ് എഴുതിയിരിക്കുന്നത് എന്തായിട്ടും മാറും? ലെഫ്റ്റായിട്ടും മാറും. ഈ കാര്യം ഒന്ന് ഓർത്തോണം കേട്ടോ. ശരി, ഇനി ഫൈനൽ കേസ് എന്ന് പറയുന്നത് കേസ് 4. ഒബ്സർവർ, ടെയിൽ എൻഡ്, റൊട്ടേഷൻ ഓഫ് എഞ്ചിൻ ഓർ പ്രൊപ്പലർ, ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ, എയറോപ്ലെയിൻ ടേൺസ് ടു റൈറ്റ്. എഗെയിൻ നമ്മൾ 2 വ്യൂസ് വരച്ചിട്ടുണ്ട്. ഒബ്സർവറിൻ്റെ ടെയിൽ എൻഡിൽ പ്ലേസ് ചെയ്തു, അല്ലേ? ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ്. ഓക്കെ, ഇപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആകുമ്പോഴത്തേക്കും ഇതിൽ ഞാൻ ആ ഡിസ്ക് ഒന്നും എടുക്കുന്നില്ല. ജസ്റ്റ് നിങ്ങളുടെ കയ്യിലുള്ള പെൻ മാത്രം അല്ലെങ്കിൽ പെൻസിൽ മാത്രം വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒബ്സർവർ എവിടെയാണ് നിൽക്കുന്നത്? റയർ എൻഡിൽ. ഇനി ഏത് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇതിങ്ങനെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കറങ്ങുന്നത് ക്ലോക്ക് വൈസ്, അല്ലേ? ഇത് കറങ്ങിയാൽ ക്ലോക്ക് വൈസും
തിരിച്ച് കറങ്ങുന്നത് എന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഇതിൽ തിരിച്ചാണ് കറങ്ങുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് കറങ്ങുന്നത് തിരിച്ച്, അല്ലേ? അപ്പോൾ റയർ എൻഡിൽ നോക്കിയപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണെങ്കിൽ ആ റൊട്ടേഷൻ്റെ ഡയറക്ഷനിലായിട്ട് നിങ്ങളെ ഫിംഗേഴ്സിനെ എന്ത് ചെയ്യുക? ഈ 4 ഫിംഗേഴ്സിനെ റാപ്പ് ചെയ്യുക. തമ്പ് എങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്യുന്നത്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. ഇത് നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ നോസും ആംഗുലർ മൊമെൻ്റം വെക്ടർ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. ഓക്കെ, അപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ആംഗുലർ മൊമെൻ്റം വെക്ടർ വരച്ചിരിക്കുന്നതാണ് OA. ഓക്കെ, ഇനി ഈ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ഇത് എങ്ങോട്ടാണ് ടേൺ ചെയ്യുന്ന? എയർക്രാഫ്റ്റ് ടേൺസ് ടു റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡിലോട്ട് ടേൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവർ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് ലെഫ്റ്റ് ടേൺ, അല്ലേ? നമുക്ക് എങ്ങോട്ടാണ് ടേൺ ചെയ്യേണ്ടത്? റൈറ്റിലോട്ടാണ് ടേൺ ചെയ്യേണ്ടത്. റൈറ്റ് ടേൺ, അല്ലേ? റൈറ്റ് ടേൺ എടുത്തു. അപ്പോൾ റൈറ്റ് ടേൺ എടുക്കുമ്പോഴത്തേക്കും ഇതായിരുന്നല്ലോ പൊസിഷൻ. റൈറ്റ് ടേൺ എടുക്കുമ്പോഴത്തേക്കും എയർക്രാഫ്റ്റിൻ്റെ നോസ് ഇങ്ങോട്ട് തിരിയും. അപ്പോൾ ആംഗുലർ മൊമെൻ്റം വെക്ടർ ഇങ്ങോട്ട്. അതുകൊണ്ടാണ് ആംഗുലർ മൊമെൻ്റം വെക്ടർ OA ഡാഷിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചത്. ഓക്കെ, ഇത് 7.5 8 വെച്ചെടുത്തു. ഞാനിപ്പോൾ 7.5 ഇട്ട് വരച്ചിരിക്കുന്ന നമ്പറിന് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെയും വരയ്ക്കുന്ന ലെങ്ത്തുകൾ സെയിം ആയിരിക്കണം. എന്നിട്ട് ഈ ആംഗിളിൻ്റെ പ്രത്യേകതയൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് അങ്ങോട്ട് ടിൽറ്റ് ചെയ്ത് വെച്ചു. ഏത് സൈഡിലോട്ട് ടിൽറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. A ഡാഷ് മാർക്ക് ചെയ്തു. അതിന് ജസ്റ്റ് റിവേഴ്സായിട്ട് നമ്മൾ എന്ത് ചെയ്തു? റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ അത് നേരെ തിരിച്ചു, അല്ലേ? അപ്പോൾ അതിൽ ആരോ നേരെ തിരിച്ചു വരും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷനിൽ ആരോയുടെ ഡയറക്ഷനിൽ പെന്നിനെ പ്ലേസ് ചെയ്തു. ഇനി പെന്നിനെ അഗെയിൻ റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോകണം? തമ്പിനെ ഈ ഡയറക്ഷനിൽ, പെന്നിൻ്റെ ടിപ്പിൻ്റെ ഡയറക്ഷനിൽ പോയിൻ്റ് ചെയ്തിട്ട് പെന്നിനെ എടുക്കാനായിട്ട് നോക്കണം, അല്ലേ? പെന്നിനെ ലിഫ്റ്റ് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഫിംഗേഴ്സ് എവിടെയാണ് ടച്ച് ചെയ്യുന്നത്? ഈ സൈഡ്. ഓക്കെ, ഈ ആരോയുടെ വെക്ടറിൻ്റെ ഏത് സൈഡിൽ എന്നുള്ളതാണ്. അപ്പോൾ ഫിംഗേഴ്സ് ടച്ച് ചെയ്യുന്നത് ഈ സൈഡിൽ. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? ഒരു ആരോ കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ. ഓക്കെ, ഈ ലാസ്റ്റ് വരച്ച ഈ ഒരു നമ്മുടെ ആർക്കിനെ നമ്മളടുത്ത് എന്ത് ചെയ്യണം? ഫ്രണ്ട് വ്യൂയിലോട്ട് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, എന്താണ് നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്? ഇവിടെ ഈ ഭാഗത്താണ് ആരോ ആയിട്ട് വരുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ ടെയിലിനെ എന്ത് ചെയ്യാണ്? ഡ്രോപ്പ് ചെയ്യാണ്. നോസ് അതേസമയം എന്ത് ചെയ്യും? റൈസ് ചെയ്യും. നോസ് റൈസസ്, ടെയിൽ എന്ത് ചെയ്യും? ടെയിൽ ഡ്രോപ്സ്. ഓക്കെ, നോസ് റൈസസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു സിറ്റുവേഷനിൽ റൈറ്റ് ടേൺ എടുക്കുമ്പോൾ ഇങ്ങോട്ട്, അല്ലേ? ഇങ്ങോട്ടല്ലേ ടേൺ എടുക്കുന്നത്? ഇങ്ങോട്ട് ടേൺ എടുക്കുമ്പോഴത്തേക്കും ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനിലുള്ള റോട്ടർ ഇങ്ങോട്ട് ടേൺ ചെയ്യുമ്പോഴത്തേക്കും നോസ് എന്ത് ചെയ്യും? റൈസ് ചെയ്യും. ടെയിൽ എന്ത് ചെയ്യും? ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, ഇത്രയും. അപ്പം ഇതിൻ്റെ ജസ്റ്റ് റിവേഴ്സ് ആയിരിക്കും എന്ത് വരുന്നത്? നോസ് എൻഡ്, അല്ലേ? റിവേഴ്സ് കണ്ടീഷൻ എടുക്കുമ്പോഴത്തേക്ക് ഈ സെയിം കൺക്ലൂഷൻ ആയിരിക്കും വരുന്നത്. ക്ലോക്ക് വൈസ് റൊട്ടേഷൻ, ക്ലോക്ക് വൈസ്. അത് തനിയൊന്ന് സ്കെച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ പ്രോബ്ലം എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഫ്രണ്ടിൽ നിന്ന് നോക്കിയെന്ന് തന്നെ ചോദിക്കാം. എപ്പോഴും റയർ എൻഡ് തന്നെ ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന വ്യത്യാസങ്ങളാണ് പറഞ്ഞത്. നോസ് എൻഡ് ക്ലോക്ക് വൈസ്, ടു റൈറ്റ് എന്നുള്ളത് ടു ലെഫ്റ്റ്. ഓക്കെ, എപ്പോഴും ഈ വരയ്ക്കുന്ന ആംഗുലർ മൊമെൻ്റം വെക്ടർ എന്ത് തന്നെയായിരിക്കും? ഇതേ ആംഗുലർ മൊമെൻ്റം വെക്ടർ ആയിരിക്കും. ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ എഫക്റ്റും ഈ സെയിം രീതിയിൽ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എയർക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇനി വരുന്നത് ഇതിലൊരു ന്യൂമറിക്കൽ പ്രോബ്ലമാണ്. ഓക്കെ, അപ്പം ഇതിൽ ഈ വെക്ടർ ഡയഗ്രാംസ് എല്ലാം കൃത്യമായിട്ട് വരയ്ക്കാനായിട്ട് പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എയർക്രാഫ്റ്റിലെ ഒരു പ്രോബ്ലം ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഈ രീതിയിലായിരിക്കും. An aeroplane makes a complete half circle of 50 meter radius towards left while flying at 200 km/h. Okay, 200 km/h. The rotary engine and the propeller of the plane has a mass of 400 kg, radius of gyration 0.3 meter. Okay. The engine rotates at 2400 rpm clockwise when viewed from the rear end. അപ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് ടെയിൽ എൻഡിൽ നിന്നാണ് ഒബ്സർവ് ചെയ്യുന്നത്. റെയർ എൻഡ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് റെയർ എൻഡിൽ നിന്ന് നോക്കുമ്പോൾ. ഫൈൻഡ് ദി ഗൈറോസ്കോപ്പിക് കപ്പിൾ ഓൺ ദി എയർക്രാഫ്റ്റ് ആൻഡ് സ്റ്റേറ്റ് ഇറ്റ്സ് എഫക്റ്റ് ഓൺ ഇറ്റ്. അപ്പോൾ ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. പിന്നെ അതിൻ്റെ വെക്ടർ ഡയഗ്രാം വരച്ചിട്ട് ആ ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ എഫക്റ്റ് കണ്ടുപിടിക്കും. ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, ശരി. ഇപ്പോൾ ഗിവൻ ക്യാപിറ്റൽ R = 50 മീറ്റർ, V എന്ന് പറയുന്നത് 200 km/h. നമുക്കിത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ km/h മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ വേണ്ടി km/h
മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? ഒരു 5/18 കൊണ്ട് അല്ലേ, 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 200 km/h എന്ന് പറയുന്നത് 55.6 മീറ്റർ പെർ സെക്കൻഡ് എന്നാക്കി. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മാസ്, എഞ്ചിൻ്റെതും പ്രൊപ്പലറിൻ്റെയും രണ്ടിൻ്റെയും കൂടെ ചേർത്തിട്ടുള്ള മാസ് 400 kg. കെ എന്ന് പറയുന്നത് ഇവിടുത്തെ റേഡിയസ് ഓഫ് ഗൈറേഷനാണ് 0.3 മീറ്റർ. ഓക്കെ, അപ്പം എമ്മും കെയും വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി എൻജിൻ ആൻഡ് ദി പ്രൊപ്പലർ I = mk². I = mk² എന്നുള്ള ഫോമിൽ യൂസ് ചെയ്യും. ഓക്കെ, അതിൽ മാസ് എന്ന് പറയുന്നത് 400 kg, കെ എന്ന് പറയുന്നത് 0.3. അപ്പോൾ അത് രണ്ടും കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് 36 kg/m². മാസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ 36 kg/m². ഓക്കെ, നെക്സ്റ്റ് വേണ്ടത് ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രിസിഷൻ. ഓക്കെ, അപ്പം നമ്മൾ ഈ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഇക്വേഷനിൽ ആകെ കൂടി 3 ടേംസാണ് വരുന്നത്. I വരുന്നുണ്ട്, ഒമേഗ വരുന്നുണ്ട്, ഒമേഗ പി വരുന്നുണ്ട്. ഓക്കെ, അതിൽ ഒമേഗ വാല്യൂ എന്ന് പറയുന്നത് 2πn/60. കാരണം നമ്മുടെ ഈ എൻജിൻ റോട്ടർ സ്പിൻ ചെയ്യുന്നത് 2400 RPM പറഞ്ഞിട്ടുണ്ട്. എൻജിൻ റൊട്ടേറ്റ്സ് അറ്റ് 2400 RPM. ഓക്കെ, അപ്പോൾ ആ എന്നിനെ നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു? RPM വാല്യൂവിനെ റേഡിയൻ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതിന് ഒമേഗ = 2π × 2400/60. അത് ചെയ്യുമ്പോഴത്തേക്കും 251 റേഡിയൻ പെർ സെക്കൻഡ് എന്നായി. അപ്പോൾ ഒമേഗ വാല്യൂ ആയിട്ടുണ്ട്, I വാല്യൂ ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് വേണ്ടത് എന്താണ്? ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രിസിഷൻ അല്ലെങ്കിൽ ഒമേഗ പി ആണ് വേണ്ടത്. ഓക്കെ, ഒമേഗ പി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ആ ഫ്ലൈറ്റിൻ്റെ സ്പീഡ് തരുന്നത്. ഫ്ലൈറ്റിൻ്റെ സ്പീഡ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഫ്ലൈയിങ് അറ്റ് 200 km/h. അതിന് നമ്മൾ കൺവേർട്ട് ചെയ്ത് 55.6 എന്താക്കി മാറ്റിയിട്ടുണ്ട്? 55.6 മീറ്റർ പെർ സെക്കൻഡ് അതാക്കിയിട്ടുണ്ട്. ഇനി ഫ്ലൈറ്റ് എത്ര റേഡിയസിലാണ് ടേൺ ചെയ്യുന്നത്? ഇത് ഒരു കർവ് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പോകും. ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന യൂണിറ്റ് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പോകണം. ഇങ്ങനെ മൂവ് ചെയ്ത് വന്ന യൂണിറ്റ് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഏത് ഡയറക്ഷനിലേക്കാണ്? ലെഫ്റ്റ് ടേൺ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, ലെഫ്റ്റ് ടേൺ. അപ്പോൾ ഇതിങ്ങനെ കറങ്ങുവാണ് അല്ലേ. അപ്പോൾ ഇതിങ്ങനെ സ്പിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു കർവ് ഫോം ചെയ്യുന്നുണ്ട്. ഒരു റേഡിയസ് വെച്ചിട്ടായിരിക്കുമല്ലോ ഇതിങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ ടേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ടേണിങ് റേഡിയസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? ടേണിങ് റേഡിയസ് 50 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്ലൈറ്റ് ടേൺ ചെയ്യുന്ന റേഡിയസ് 50 മീറ്റർ. ഓക്കെ, ഇതിങ്ങനെ കറങ്ങി വളഞ്ഞ് പോകുമ്പോഴത്തേക്കുള്ള അവിടുത്തെ ആ ഒരു റേഡിയസ് ആണ് ഇത്രയെന്ന് പറയുന്നത് 50 മീറ്റർ, റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, ശരി. അപ്പം വി വാല്യൂ ഉണ്ട്, ലീനിയർ വെലോസിറ്റി വാല്യൂ ഉണ്ട്, റേഡിയസ് ഓഫ് കർവേച്ചറും ഉണ്ടെങ്കിൽ ഒമേഗ പി = V/R ആണ്. വെലോസിറ്റി 55.6 ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ടേൺ എന്ന് പറയുന്നത് 50 മീറ്റർ. സോൾവ് ചെയ്യുമ്പോൾ 1.11 റേഡിയൻ പെർ സെക്കൻഡ്. 1.11 റേഡിയൻ പെർ സെക്കൻഡ്. അപ്പോൾ I വാല്യൂ ആയിട്ടുണ്ട്, ഒമേഗ വാല്യൂ ആയിട്ടുണ്ട്, ഒമേഗ പി വാല്യൂ ആയിട്ടുണ്ട്. ഗൈറോസ്കോപ്പിക് കപ്പിൾ C = I ഒമേഗ പി 36 × 251.4 × 1.11. സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10,046 ന്യൂട്ടൺ മീറ്റേഴ്സ്. ന്യൂട്ടൺ മീറ്ററിനെ കിലോ ന്യൂട്ടൺ മീറ്ററിലാക്കാൻ വേണ്ടി ഒരു 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 10.04 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത 4 കേസുകൾ പോലെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ എയർക്രാഫ്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, പിന്നെ ഏതാണ് നമ്മുടെ ആംഗുലർ മൊമെൻ്റം വെക്ടർ ഡയഗ്രാം, ഇതെല്ലാം വരച്ചിട്ട് നമ്മൾ ഇതിൻ്റെ എഫക്റ്റ്, ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളതും കൂടെ പറയും. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ കേസ് 1 സിമിലാരിറ്റി ഉള്ളൊരു കണ്ടീഷനാണ് കേസ് 1. ഓക്കെ, അപ്പോൾ കേസ് 1 ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് മറിച്ച് നോക്കുക. ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാനാണെങ്കിൽ നമുക്ക് എയർക്രാഫ്റ്റിൻ്റെ 2 വ്യൂസ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്ത് വരച്ചിട്ടുണ്ട്. നിങ്ങൾ വരയ്ക്കുമ്പോഴത്തേക്ക് നേരത്തെ ആ കേസസ് ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് ഇത് സ്കെയിലാണോ വരച്ചത്, വലുപ്പത്തിനാണോ വരച്ചത്, അതേ സ്കെയിലിൽ തന്നെ വരയ്ക്കുക. സ്പേസിൻ്റെ കൺസ്ട്രെയിൻറ്റ് കാരണമാണ് ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ ഉണ്ട്, പിന്നെ ഏതാണ് ഇത് ടോപ്പ് വ്യൂ. ഓക്കെ, ഒബ്സർവർ എവിടെ നിന്നാണ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ റയർ എൻഡിൽ നിന്നാണ് നോക്കുന്നത്. അപ്പോൾ ഒബ്സർവറിൻ്റെ പൊസിഷൻ ഇവിടെയായിട്ട്. ഓക്കെ, പ്രൊപ്പലർ യൂണിറ്റ് ഉണ്ട്. ഓക്കെ, റയർ എൻഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും റൊട്ടേഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആയിട്ട്, ക്ലോക്ക് വൈസ് റൊട്ടേഷൻ അല്ലേ. ബാക്ക് സൈഡിൽ നോക്കിയപ്പോൾ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. ഇനി റയർ എൻഡിൽ നോക്കുമ്പോഴത്തേക്കും ഫ്ലൈറ്റ് എടുത്ത ടേൺ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ലെഫ്റ്റിലോട്ട്. അപ്പോൾ ലെഫ്റ്റിലോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് അല്ലേ.
അപ്പോൾ എന്താ ചെയ്യേണ്ടത്, കയ്യിലുള്ള പേനയാണെങ്കിൽ പേന എടുത്തിട്ട് റയർ സൈഡ് അല്ലേ, അപ്പം ഇതിൻ്റെ ബാക്ക് എൻഡിൽ നോക്കിയിട്ട് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ അല്ലേ, ക്ലോക്ക് വൈസ് ആയിട്ടല്ലേ സ്പിൻ ചെയ്യുന്നത്, ക്ലോക്ക് വൈസ് ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട് ക്ലോക്ക് വൈസ് ആണെന്ന്. ഓക്കെ, അപ്പോൾ ക്ലോക്ക് വൈസ് സ്പിൻ ഒന്ന് മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് ആ ഡയറക്ഷനിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഫിംഗേഴ്സിനെ എന്ത് ചെയ്യുക, റാപ്പ് ചെയ്യുക. തമ്പ് പോയിൻ്റ് ചെയ്യുന്ന ഡയറക്ഷൻ നോക്കുക. തമ്പ് എങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്യുന്നത്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. ഓക്കെ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് OA അല്ലേ, തമ്പ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോയിൻ്റ് ചെയ്യുന്നു. അപ്പം ഫ്ലൈറ്റിൻ്റെ എയർക്രാഫ്റ്റിൻ്റെ ടിപ്പ് ഇവിടെ തന്നെയാണ്, നോസ് എൻഡ് ഇവിടെ തന്നെയാണ്. ഇനി ഇത് എങ്ങോട്ടാണ് ടേൺ എടുക്കുന്നത്, ലെഫ്റ്റ് ടേൺ എടുക്കണം. ലെഫ്റ്റ് ടേൺ എടുക്കുമ്പോൾ ഇവിടെ വന്ന് ഇങ്ങോട്ട് അല്ലേ. രണ്ടിൻ്റെയും ലെങ്ത്ത് സെയിം ആയിട്ട് തന്നെ കൊടുക്കുക. ഇവിടുത്തെ ആംഗിളിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും എടുക്കേണ്ട കാര്യമില്ല കേട്ടോ, റാൻഡമായിട്ട് അങ്ങോട്ട് ടിൽറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. ഇതിൻ്റെ ജസ്റ്റ് റിവേഴ്സായിട്ട് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്, റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ ഡയറക്ഷനിൽ പെന്നിനെ പ്ലേസ് ചെയ്യുക. തമ്പിനെ ആ ഡയറക്ഷനിൽ പ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് ലിഫ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഫിംഗേഴ്സ് ഈ സൈഡിലാണ് ടാപ്പ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ടാപ്പ് ചെയ്യുന്ന സൈഡിൽ ആദ്യമേ ആരോ കൊടുക്കുക, എന്നിട്ട് കാർവ് ചെയ്യുക. ഓക്കെ, ഈ ആർക്കിനെ നേരെ എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ നോസ് അല്ലേ, നോസ് എൻഡ് ഇതാണല്ലോ നോസ് എൻഡ്. നോസ് എൻഡ് ഇവിടെ നിന്ന് റൈസ് ചെയ്യുന്നു, ടെയിൽ എൻഡ് എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് താരം. ഓക്കെ, ഇപ്പോൾ കൺക്ലൂഷൻ എന്ന് പറയുന്നത് നോസ് മൂവ്സ് അപ്വേർഡ്, ടെയിൽ ഡൗൺവേർഡ്സ്. ഓക്കെ, ഇപ്പോൾ ഫിഗർ ഇത് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ കേസ് 1 എടുത്ത് മറിച്ച് നോക്കുക, സെയിം കണ്ടീഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ ഗൈറോസ്കോപ്പിക് കപ്പിളും എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു.